എൻ്റെ പേര് ജ്യോതി, ചേർത്തലയിൽ നിന്നാണ്. ഞാൻ ആകാശവാണി കൊച്ചി FM-ൻ്റെ ബാലമാഷുമായിട്ടുള്ള പ്രകാശ് സാറുമായിട്ടുള്ള അഭിമുഖത്തിൽ നിന്നാണ് ഞാൻ. എൻ്റെ അനിയത്തി സ്വപ്ന പറഞ്ഞാണ് ഇവരെ അറിയുന്നത് സൈക്കിൾ പഠനത്തെക്കുറിച്ച്. അപ്പം ഒരു 10 പേരെ സംഘടിപ്പിച്ചാൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു തരാമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിതിൽ ചേർന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 58 വയസ്സായി. എൻ്റെ മുട്ടിനാണെങ്കിൽ ഒരു സർജറിയും കഴിഞ്ഞതാണ്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒന്ന് സൈക്കിൾ പഠിച്ചെടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ 3 ദിവസം കൊണ്ട് തന്നെ ഞാൻ ഒരുവിധം ചവിട്ടാൻ പഠിച്ചു. ഇപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഇതുപോലെ സൈക്കിൾ പഠിക്കാൻ, അന്നൊക്കെ ബാക്കിൽ ആരെങ്കിലും പിടിച്ചു തന്നിട്ടായിരുന്നു സൈക്കിൾ ചവിട്ടുന്നത്. പക്ഷേ അന്നൊന്നും പഠിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും വേഗത്തിൽ പ്രകാശൻ മാഷും സീനത്തമാവും കൂടി പഠിപ്പിച്ചു തന്നപ്പോൾ ഇത്ര വേഗത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അതിന് സാറിനോടും പ്രകാശ് സാറിനോടും മാമിനോടും സ്വപ്നയോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കൊച്ചി FM-നോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശരി, കാലി കയറ്റിക്കോ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എന്തുമാത്രം സ്ഥലമുണ്ട്. ഏത് സാധാരണ നടക്കുന്ന നടന്നാൽ ആ കാലം അടുപ്പിക്കല്ലേ, അത്രേ ഉള്ളൂ. എത്തുക ഇതിനപ്പുറം കാലെത്തുന്നത് ഇങ്ങനെ എത്തുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കാലെത്താത്തതെന്ന് നമ്മൾ പറയുന്നത്. ചടിക്കോ പിടിച്ചു തന്നിട്ട് പഠിക്കണത് നിങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾ പോലും വിശ്വസിക്കില്ല പോകുമ്പോൾ കേട്ടോ. അതങ്ങനെ ഹാൻഡിൽ പിടിക്കുക. അത് നിങ്ങൾ വിചാരിക്കുന്ന ഫ്രണ്ടിൽ കൂടി കയറാൻ നോക്കണ്ട. നമ്മൾ സാരി ഉടുക്കുക, പാവാട് ഇടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ തിരിച്ച് പള്ളിയുടെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ കയറണം. ഇതിപ്പോൾ ഒന്നുമില്ല. നമ്മൾ 2 വീലറിൽ കയറുമ്പോൾ എങ്ങനെ വിചാരിച്ചല്ല. ആണോ, ടോപ്പ് ഇങ്ങനെ ശരിക്കിട്ടിട്ട് ഇരിക്കും. അപ്പോൾ 2 കാലും കുത്താം. ഈ 2 കാലും നിലത്താ കുത്തിയേക്കണം. കസേരയിലിരിക്കണ പോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ. വീഴൊന്ന് പേടിക്കുക വേണ്ട. പിന്നെ ഉള്ളത് ഇത് 2ആണ്. ഇത് കൈ ബലം പിടിക്കൊന്നും വേണ്ട. നമ്മൾ ഹാൻഡിൽ വീഴൂന്ന് വിചാരിച്ച് ഹാൻഡിൽ ബലം പിടിച്ചിട്ടായി. ഇതൊന്നും വേണ്ട, വെറുതെ ജസ്റ്റ് നമ്മൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ വരുത്തങ്ങനെ ലൂസായിട്ട് ഫ്രീ ആയിട്ടല്ലേ വിടുക. ബലം പിടിച്ചിട്ടാണ്. ബലം പിടിച്ചാൽ എന്ത് പറ്റും? പോകൂലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് നല്ല നൈസായിട്ട് വിടാം. അതുപോലെ തന്നെ വെറുതെ നൈസായിട്ട് വേണം ഇതിൽ പിടിക്കാൻ. ഈ കാല് ഈ പെടലിൽ വെക്കും. ലെഫ്റ്റ് റൈറ്റ് ലെഗ് മാക്സിമം അകത്തി വെക്കും. കാരണം എന്താണ്, നമുക്ക് ആർക്കും ബാലൻസ് ഇല്ല. ചെറുതിലെ ചവിട്ടി ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഇല്ല, ഒട്ടും ബാലൻസ് ഇല്ലാത്തവരാണ്. അപ്പം മാക്സിമം ഈ കാലകത്തിൽ തന്നെ കുത്തണം. അടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരരുത്. അടുപ്പിച്ച് കൊണ്ടുവന്നാൽ എന്ത് പറ്റും? വീണു ആണോ. അപ്പം കാലകത്തിൽ തന്നെ കുത്തുക. ഒന്നുമില്ല, നമ്മൾ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കുത്തി ഇങ്ങനെ എടുക്കുന്ന പോലെ ഇങ്ങനെ തന്നെ ഇങ്ങനെ കുത്തിയാലോ ഇങ്ങനെ എടുത്താലേ ഫ്രണ്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാല് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇതാ. ഇവിടെ ഇത്തിരി ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ സൈഡിൽ കൂടി തന്നെ പോയി ഈ സൈഡിലൂടെ തന്നെ വരണം കേട്ടോ. കണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വീണു. ഇനി 2-3 റൗണ്ട് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞ കേട്ടോ. കാലകത്തി വെക്കുക, ഇങ്ങനെ ഇറങ്ങി നിൽക്കുക, ഇങ്ങനെ തന്നെ ചിരിക്കുക, ഇങ്ങനെ ഇറങ്ങാം. പുറകിൽ കൂടി തന്നെ ഇറങ്ങാം. ഫ്രണ്ടിൽ കൂടി ആരും കയറുകയും ഇറങ്ങുകയും ചെയ്യരുത്. ആദ്യം പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ആരാ വരാൻ മോള്?